ഇപ്പൊ ഒന്നല്ല 2 ഗിഫ്റ്റ് കിട്ട്. നീ സൈക്കിളിൽ നിന്ന് വീണ ബ്രോ? മാമനാ? ഏത് മാമൻ? 1.5 വയസ്സുള്ള കുഞ്ഞിനോട് ആ ക്രൂരത മുഴുവൻ കാണിച്ചിട്ടുള്ള തൊലിച്ചുകൊണ്ടുള്ള വീഡിയോ ആണിത്. ഒരു വല്ലാത്തൊരു പൈശാചികമായ സ്വഭാവവും മനുഷ്യന്റെ രൂപമുള്ള കുറെ ആൾക്കാരാണ് ഇപ്പൊ ഉള്ളത് മൊത്തം. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഇതിനെയൊക്കെ ഉണ്ടല്ലോ പുഴുത്തു ചാകണം. ഈ നാട്ടിലെ നിയമങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും ഇത്രയ്ക്ക് ഉള്ളൂ എന്നൊരു ഇതാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് മറ്റേ മണ്ണപ്പം ചുട്ട് കളിക്കുന്ന പോലെ കൊലകളൊക്കെ നടത്തുന്നത്. പിന്നെ ഈ കുട്ടികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം സംരക്ഷിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ, തോന്നിയ ദിവസം നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാവാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളെ വരെ ഇരയാക്കേണ്ട ആവശ്യമില്ല. ഇതിന് നമുക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് കുട്ടികളെ ആക്കുക. അല്ലാതെ ഇമ്മാതിരി തോന്നിവാസം കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. 51 മുറിവുകൾ ഒരു കുട്ടിയുടെ ദേഹത്ത് വരിക എന്ന് വെച്ചാൽ പോരാഞ്ഞിട്ട് അതിൻ്റെ തലയും ഭിത്തിയിലിടിപ്പിക്കുക, പിന്നെന്താ ലൈറ്റർ കൊണ്ട് പൊള്ളിക്കുക, സിഗരറ്റ് കൊണ്ട് കുത്തി മുറിവുണ്ടാക്കുക. ഇതൊന്നും മനുഷ്യന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളെ അല്ല ചെയ്തേക്കുന്നത്. നിയമം മാറേണ്ട സമയം കഴിഞ്ഞു. ഈ ജയിലിലേക്ക് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടല്ലോ, മറ്റേ ക്രിമിനൽസിൻ്റെ കൂടെ വിടണം. അവർക്ക് അവിടെ ഒരു നിയമം ഉണ്ടാവും എന്തായാലും. ഇങ്ങനെ കുട്ടികളെ കൊന്നിട്ടും ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് അവരൊന്ന് കയറി പെരുമാറിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. അല്ലാതെ ഇതിനെയൊക്കെ തീറ്റി കൊടുത്ത് കുറേ കൊഴുപ്പിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് എന്താ കാര്യം?